2 ദിവസം മുമ്പ് നമ്മൾ ജയന്റ് ഗൗരാമികളെ വാങ്ങുന്ന കളപ്പുരയ്ക്കൽ ഫാമിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത കുറച്ച് ക്ലിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോയുടെ ലെങ്ത് കൂടി പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ക്ലിപ്പുകൾ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. നമ്മൾ ചെയ്ത ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വീടിനോട് ചേർന്നുള്ള എല്ലാ വലിയ ടാങ്കുകളും അതിൽ കിടക്കുന്ന എല്ലാ വലിയ സൈസ് ജയന്റ് ഗൗരാമികളെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ടൈൽ, ആൽബിനോ, പിങ്ക്, ബ്ലാക്ക്, അതുപോലെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ വെറൈറ്റി കുഞ്ഞുങ്ങളെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാങ്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് കിടക്കുന്നത് 2 പിങ്കിന്റെ മെയിലുകളാണ്. ഏകദേശം 1.5 അടി സൈസ് വരുന്നതാണ്. വാട്ടർ ചേഞ്ച് കൊടുത്ത കാരണം വെള്ളം കുറച്ച് ക്ലിയർ ആയി. അതുകൊണ്ട് പരമാവധി അവർ ഷെയ്ഡിന് കീഴിൽ വന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള ടാങ്കുകളിൽ ഈ ഒരു ടാങ്ക് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെല്ലാം പോണ്ടുകളാണ്. ഈ പോണ്ടുകളെല്ലാം വീടിനോട് ചേർന്നല്ല, കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ്. വീടിനോട് ചേർന്നുള്ള മെജോറിറ്റി ടാങ്കുകളും ഈ കാണുന്ന പോലുള്ള വലിയ സൈസ് റൗണ്ട് ഷേപ്പിലുള്ള ബയോഫ്ലോക്ക് മോഡൽ ടാങ്കുകളാണ്. പിന്നെ വേറെ കുറേ ടാങ്കുകൾ നമ്മൾ കണ്ടത് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള കേജിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകളാണ്. ഈ കാണുന്നത് അത്യാവശ്യം സൈസുള്ള 2 പോണ്ടുകളാണ്. ഈ പോണ്ടുകൾ ബ്രീഡിങ്ങിന് വേണ്ടി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ കിടക്കുന്നത് ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ്. ബ്രീഡിങ്ങിനായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഈ ഫാമിലെ ചേട്ടൻ്റെ പേര് അരുൺ എന്നാണ്. ഈ പോണ്ടിന്റെ കുറേ വർക്കുകളൊക്കെ ആൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നെ ഈ കാണുന്ന പോണ്ടിൽ ഇപ്പോൾ മീനുകളൊന്നുമില്ല. ഇതിനകത്ത് കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാത്തിനെയും സെയിലിന് വേണ്ടിയിട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള വലിയ പോണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജയന്റ് ഗൗരാമികളെ ബ്രീഡ് ചെയ്യിക്കാനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങുന്ന കുറേ കുഞ്ഞുങ്ങളെ ഇട്ട് ഒരുമിച്ച് റേസ് ചെയ്യിക്കാനും പറ്റും. വലിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്തും കിട്ടും. ഇനി ഇതുപോലെ വലിയ സൈസിലുള്ള പോണ്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കാണിച്ച പോലത്തെ ആ റൗണ്ട് ഷേപ്പിലുള്ള ബയോഫ്ലോക്ക് മോഡൽ ടാങ്കുകളാണെങ്കിലും നമുക്ക് അതിനകത്ത് ബ്രീഡ് ചെയ്യിക്കാനും പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അതിനകത്ത് റേസ് ചെയ്യിക്കാനും പറ്റും. നമ്മളിപ്പോൾ കാണിച്ച ഈ 2 പോണ്ടുകൾ കൂടാതെ കുറച്ചങ്ങ് പുറകിലോട്ട് നീങ്ങിയിട്ട് അഡീഷണൽ ആയിട്ട് 3 ചെറിയ പോണ്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പോണ്ടുകളിലും കിടക്കുന്നത് ചെറിയ സൈസ് കുഞ്ഞുങ്ങളാണ്. ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ച് സൈസ് വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആ 3 പോണ്ടുകളുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മരങ്ങളും പാടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഹരിത മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ ജയന്റ് ഗൗരാമി മത്സ്യങ്ങളുടെ കെയർ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഈ പോണ്ടുകളിലൊന്നും എയറേഷനും ഫിൽട്രേഷനും ഒന്നും കൊടുത്തിട്ടില്ല. വളരെ നാച്ചുറൽ ആയിട്ട് രീതിയിലാണ് അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, വെള്ളത്തിന്റെ കളർ നല്ല ഗ്ലേസിംഗ് ഗ്രീൻ കളറിലാണ് കിടക്കുന്നത്. ആൽഗെ വാട്ടർ ആണ്. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ആൽഗെ വാട്ടറിൽ മീനുകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ജയന്റ് ഗൗരാമികൾ അഡൾട്ട് സൈസ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ പക്ഷികളൊക്കെ വന്ന് മീനുകളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെയർ ഏരിയ നെറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പോണ്ടിന്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് അത്യാവശ്യം കവറേജ് കിട്ടുന്ന രീതിയിൽ ഷെയ്ഡ് നെറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലങ്ങളിൽ കൊടും ചൂടുള്ള സമയത്തൊക്കെ ഷെയ്ഡ് നെറ്റ് അത്യാവശ്യമാണ് ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലൈറ്റ് നല്ല രീതിയിൽ ഡയറക്റ്റ് പോണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽഗെ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടും. അപ്പോൾ ആൽഗെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഷെയ്ഡ് നെറ്റ് അത്യാവശ്യമാണ്. എപ്പോഴും ആൽഗെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ആൽഗെ വളരെ തിക്കായിട്ട് വളരാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ആൽഗെ വാട്ടർ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷെയ്ഡ് നെറ്റ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മീൻ വളർത്തുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഈ മീനുകളെ ഇതുപോലെ ജസ്റ്റ് നോക്കി നിൽക്കുന്നതും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നതുമെല്ലാം എൻ്റർടൈനിങ് ആണ്, ടൈം പാസ് ആണ്. അതേസമയം തന്നെ ഇത് സ്ട്രെസ് റിലീഫും നമുക്ക് റിലാക്സേഷൻ തരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ ജയന്റ് ഗൗരാമികളെ വളർത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ഇതേപോലുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളർത്തി വലുതാക്കാവുന്ന ഒരു മീനാണ്. ഇതിൻ്റെ ഫുഡ് കോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ലോ കോസ്റ്റിൽ വളർത്തി വലുതാക്കാൻ പറ്റിയൊരു മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. നമ്മളും ഈ ഒരു ഫാമിൽ നിന്ന് ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസുകളെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിയ മീനുകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാനൊരു ഫിഷ് കീപ്പിംഗ് ഹോബിയിസ്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനുകളുടെ ലിസ്റ്റിൽ എപ്പോഴും നമ്പർ 1 നിൽക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അത് എപ്പോഴും ജയന്റ് ഗൗരാമികൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ ജയന്റ് ഗൗരാമികൾ വേണോ അപ്പോഴൊക്കെ നമ്മൾ വരുന്നത് ഈ ഒരു ഫാമിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫാമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുത്തെ ചേട്ടൻ്റെ പേര് അരുൺ എന്നാണ്. ഈ ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.